അതങ്ങ് വീടാണ്. കടലാസ് അച്ഛൻ കിട്ടിയിട്ടുണ്ട് മാഷ്. ഇന്ന് നമ്മള് എൻ്റെ സ്കൂളിന്റെ വീഡിയോ ആണ് ഇടുന്നത്. ഇനി വീഡിയോയിലൊറ്റ കാണാം. ടാറ്റാ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിജന്റെ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് അതങ്ങ് വീടാണ്. കടലാസ് അച്ഛൻ കിട്ടിയിട്ടുണ്ട് മാഷ്. കിണറിലിറങ്ങുന്ന കാര്യം വളരെ പ്രയാസപരമായ ഒരു സംഭവമല്ലേ എന്ന് പ്രണവ് മാഷോട് ചോദിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പ്രണവ് മാഷ് തുറന്നു പറഞ്ഞത്. അതായത് കൊറോണ സമയത്ത് തന്റെ റിലേറ്റീവിന്റെ വീട്ടിലൊരു കിണർ 13 അടി താഴ്ചയിലുള്ള എനിക്ക് കൃത്യമായിട്ട് അടിയും പോലും അറിയില്ല. ഫോണും കൂടി അങ്ങോട്ട് കിട്ടണ്ടേ? പ്രണവാഷ എല്ലാം ഇങ്ങനെ ക്ലീനാക്കി വരുമോന്ന് കിണറ്. ഇറങ്ങാൻ എളുപ്പ കേറാനാ പ്രയാസം. അതെ, അങ്ങനല്ല വേണം. എനിക്ക് 2 ഈസി അത് 2 ഈസിയാ മതി. സംസീറും വിനോദ മാഷും കൂടി ആ കെട്ട് ഊരേണ്ട പരിപാടിയാണ്. ആക്കി വെച്ചാ അമ്മമാരെല്ലാം ഇങ്ങനെ അപ്പുറം നിൽക്കുന്നുണ്ട്. നമ്മളെ ബിന്ദേച്ചി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള പായസം തയ്യാറാക്കലാന്ന്. ബിന്ദേച്ചി എന്ത് പായസാന്ന്? സേമിയ പായസാന്ന്. ഇതാണ് ആശ്രയയുടെ സ്കൂള്. ഞാൻ പഠിച്ച സ്കൂൾ ഇത് തന്നെയാണ്. പക്ഷെ അന്നേരം ഈ ബിൽഡിംഗ് ഒന്നുമില്ല. അടില്ല, അന്നേരം പഴയ ബിൽഡിംഗ് ആയിരുന്നു. കുറേ അമ്മമാർ കുട്ടികളെയും കൂട്ടി വരുന്നുണ്ട്. കുറേ ആൾക്കാർ നേരത്തെ വന്നിട്ടുണ്ട്. ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്. എന്നാൽ മാത്രമേ പ്രവേശനോത്സവം പരിപാടി തുടങ്ങാൻ വേണ്ടി പറ്റൂ. കുറേ ആൾക്കാർ സ്കൂളിലെ പാർക്കിൽ നിന്ന് കളിക്കുമെന്ന്. ഇവരിൽ ഈ സ്കൂളിലെ സീനിയറാണ്. 4ലും 5ലും പഠിക്കുന്ന കുട്ടികളാണ്. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ ആദ്യം സ്കൂൾ അസംബ്ലിയാണ്. എല്ലാവരും
എല്ലാ വർഷവും നിൽക്കുക. കഴിഞ്ഞ വർഷമൊക്കെ നിന്നതുപോലെ ഇവിടെ അസംബ്ലി എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ശുദ്ധ മനസ്സിലാകെ സത്യദീപം നിന്നിൽ കൊളുത്തുന്നു ഞാൻ, സത്യദീപം നിന്നിൽ കൊളുത്തുന്നു ഞാൻ. വീട് കഴിഞ്ഞാൽ കുട്ടികളുടെ വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീടാണ്. കുട്ടികളുടെ മറ്റൊരു വീടാണ് വിദ്യാലയം. പുതിയൊരു നിർവചനം കൂടി വരികയാണ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ സംരക്ഷണവും കരുതലും ഒക്കെ സ്കൂളിൽ വേണ്ടതുണ്ട്. പഠനം എന്നത് ഒരു യാന്ത്രികമായ പ്രവർത്തനമല്ല, അനുഭവങ്ങൾ നേടുന്നതിനിടയിൽ കുറെ കാര്യങ്ങൾ അറിയുകയാണ്. അതുകൊണ്ട് വർഷം കഴിയുമ്പോൾ കൂടുതൽ വെളിച്ചം ആഴവും അനുഭവം കൈവരികയാണ്. തന്നെ വിദ്യാലയവും അധ്യാപകരും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. മേള എല്ലാവരും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതോ പൈസയാണ് രാവിലെ ഇപ്പോൾ കിട്ടുന്ന മുതൽ LKG UKG പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ് ഈ കാണുന്നത്. ഇതെൻ്റെ ചങ്ങായി വിനീതാണ്. വിനീതിൻ്റെ മോളെ ഇപ്രാവശ്യം ഇവിടെ ചേർത്തുണ്ട്. ലിജേച്ചി രാജാണെങ്കിലും കൂടി ഒരു ബലൂൺ റിപ്പയർ ആക്കുന്നുണ്ട് ഒരു കുട്ടി കരഞ്ഞിട്ട്. അടക്കമുള്ള വ്യക്തികളെ കൈവീട്ടി അത്തരം പദ്ധതികൾ ഇനിയും തുടരേണ്ടതുണ്ട്. ഓർമ്മ പീഠികളുണ്ട്, സ്കൂളിലെ അധ്യാപക പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട്.
അങ്ങനെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും സ്കൂളിൽ വന്ന് വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് രക്ഷകർത്താക്കൾ എപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുമ്പോഴാണ് കുട്ടികൾക്കും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കാൻ നമുക്കൊരു ഊർജ്ജം കൈവരിക. അതുകൊണ്ട് രക്ഷാകർത്തൃ ബോധവൽക്കരണ ഉൾപ്പെടെ നമ്മുടെ ഈ സെഷന്റെ ഭാഗമാണ് കേരള സർക്കാർ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ഈ ഒരു യോഗത്തിൽ വെച്ച് തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ്. നമുക്ക് പിടിയൊക്കെ ആലോചിച്ച് വലിയൊരു ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാവുന്നതാണ്. അവധിക്കാലത്തിന് ശേഷം നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ LKG മുതൽ ഇങ്ങോട്ട് നമ്മുടെ കുട്ടികളെല്ലാം കുറെ കുട്ടികൾ കരഞ്ഞുകൊണ്ടും കുറെ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയും ചിരിച്ചുകൊണ്ടല്ല ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം എടുക്കാൻ ആ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ അവർക്ക് വേണ്ടുന്ന ഏത് സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ള ഒരു മനസ്സുള്ളവരാണ് നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകര് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ രക്ഷിതാക്കളും കൂടി ഉണ്ടായാൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന് നമ്മളും കൂടി പഠിക്കാം. നമുക്കറിയാം പുതിയ വിഷയങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ പാഠ്യേതര രീതികൾ, പുതിയ പുസ്തകങ്ങളെല്ലാം നമ്മളും മുന്നേ പഠിച്ച രീതികളെയല്ല. അപ്പോൾ നമ്മളും കൂടി പഠിക്കേണ്ടതുണ്ട്. കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കളും കൂടി പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അതെല്ലാം അവരും കൂടെ ഇന്നുകൊണ്ട് നമ്മളും കൂടി പഠിച്ച് കുട്ടികളെ കൂടി പഠിപ്പിച്ച് അത് സമൂഹത്തിലേക്ക് കൂടി എത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളോടൊപ്പം നിങ്ങൾ രക്ഷിതാക്കളും ഇരുന്നുകൊണ്ട് നല്ല കുട്ടികളായി വളർത്താൻ ഈ സ്കൂളിലെ ഏറ്റവും നല്ല സ്കൂളാണ് കുട്ടികളുടെ LP സ്കൂൾ എന്ന് നമ്മുടെ കുട്ടികളുടെ പഞ്ചായത്തിൽ മാത്രമല്ല, നേരത്തെ മാഷ് പറഞ്ഞതുപോലെ സംസ്ഥാന തലത്തിൽ പോലും LP സ്കൂളിൽ ഏറ്റവും നല്ല സ്കൂളായി നമ്മുടെ സ്കൂൾ LSSൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് ആരാധ്യയാണ്. അതിന്റെ റിസൾട്ട് 2 ദിവസത്തിനുള്ളിൽ വരും. നല്ലത് മാത്രം ചെയ്യുക, എപ്പോഴും നല്ലത് മാത്രം ചെയ്യുക അല്ലെ. കുട്ടികൾ കാണുമെന്നല്ല, കുട്ടികൾക്ക് നല്ല മാതൃകയായിരിക്കാൻ ആര് ശ്രദ്ധിക്കണം? രക്ഷിതാവ് ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്കുകളിലും പാഠബുക്കുകളിലൊക്കെ മൂല്യങ്ങളെ കുറിച്ച് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെന്താവുക? നല്ല രക്ഷാകർത്താക്കളാവുക. നമ്മളിപ്പോ കുറുന്തോട്ടി അങ്ങനെയുള്ള പണ്ട് കാലത്ത് നമുക്കൊക്കെ വളരെ പരിചിതമായ സസ്യങ്ങളെ പോലും സ്കൂളിലെ അധ്യാപികയായ സമീറ ടീച്ചറുടെ വക നല്ല രീതിയിലുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വയം ചിന്തിക്കാനുള്ള കഴിവ്, സ്വയം ആർജിച്ചെടുക്കുന്ന ആളുകളാണ്. ഒരിക്കലും അവരെന്തെയില്ല, മറന്നു പോകില്ല. സാധാരണ ഒരു പരീക്ഷ വരുമ്പോൾ സാധാരണ ഇംഗ്ലീഷ് വരുന്ന ഒരു ഇരുന്ന് ബൈഹാർട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നു. സാധാരണ മലയാളം വീട്ടിലെ കുട്ടികൾ അങ്ങനെ കളിക്കുന്നുണ്ടാവും. അവസാനം A+ വാങ്ങുവാന്. പക്ഷെ കുട്ടി അറിവ് നേടിയിട്ടുണ്ടാവും. കൃത്യമായ രീതിയിൽ കുറെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെയും രക്ഷിതാക്കളെയും ഒക്കെ പുതിയ അധ്യയന വർഷത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എഴുതിച്ചേരാൻ വേണ്ടി പ്രത്യേകമായി ആശംസിക്കുകയാണ്. എല്ലാവരുടെയും കൂട്ടായ്മയോടെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് പാഠത്തിലേക്ക് അടുക്കട്ടെ. കുട്ടികളെ അവതരിപ്പിച്ച നല്ല രീതിയിലുള്ള കലാപരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായ രീതിയിൽ അത് ഇവിടെ കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്.
LKG UKG പഠിക്കുന്ന കുട്ടികളെ രക്ഷിതാക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് ടീച്ചർമാർ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ചങ്ങായിമാർ എൻ്റെ ഫോൺ വാങ്ങിയിട്ട് അതിനൊന്ന് സെൽഫി എടുത്ത് കളിക്കുമെന്ന്. ഞാൻ ചങ്ങായി സെമീറിന്റെ മോനാണ് ഇല്ലു. ഞാൻ ഹായ് ഇല്ലു. എന്തേ ഇവിടെ കുറെ അമ്മമാർ പായസം വാങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, കുടിക്കാൻ മടിച്ചിട്ട് നിൽക്കലാണ്. ആർച്ചവനോട് ഇങ്ങോട്ട് നോക്കാൻ വന്ന നമ്മളെ ഗ്രീഷ്മ ടീച്ചർ പുസ്തകം വിതരണം ചെയ്യുന്നുണ്ട്. കുറച്ച് രക്ഷിതാക്കൾ ഇപ്പം വാങ്ങുന്നുണ്ട്, കുറെ ആൾ വാങ്ങി പോയി. പരിപാടിയെല്ലാം കഴിഞ്ഞ് ആ സമയം ചെറുതായി മഴ പെയ്യുന്നുണ്ട്. ഈ സമയം ഭയങ്കര ചൂടായിരുന്നു. ആ ചൂടിനൊരു ശമനോ ഒരു കുളിർമക്കും വേണ്ടി ഗ്രീഷ്മ ടീച്ചർ ഇതാ കളർ കോഡിങ് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അത് മാഷ് പായസം കുടിക്കാനുള്ള ആദ്യം ഇങ്ങനെ പോകുന്നുണ്ട്. മഴയായതുകൊണ്ട് തന്നെ കുറെ ആൾ ഇറയത്തിങ്ങനെ കയറിയുന്നുണ്ട്. ഹായ്. കുറെ ആൾ ഓട്ടോക്ക് പോയിട്ട് വീട്ടിലേക്ക് പുറപ്പെടുന്നു. പുതിയ കുടയൊന്ന് മഴ നനക്കണം എന്ന് വിചാരിച്ച് കാത്തിരുന്ന പോലെയാണ് കുട്ടികളെല്ലാം കാഴ്ച കാണുമ്പോൾ തോന്നുന്നത്. കാരണം കുടയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് നടക്കുമെന്നെല്ലാവരും. നല്ല രീതിയിൽ അവരെല്ലാം മഴ ആസ്വദിക്കുന്നുണ്ട്. ഇത് നമ്മൾ അർജു ഒരാൾ ഈടി നിന്നിട്ട് മഴയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ കുപ്പി വച്ചേക്കലാണ്. 2-3 ആള് മഴന്ന് രക്ഷപ്പെടാൻ വേണ്ടി തലയിൽ ഷാളിലിട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആശ ഇങ്ങനെ അവളെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരുന്നുണ്ട്. പ്രാവശ്യം 3-ാം ക്ലാസ്സിലേക്ക് എത്തി. മഴയായതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഓടിക്കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഉള്ളിൽ വന്നിരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.